ആദ്യത്തെ ഓട്ടോ ഓടിക്കുന്ന ട്രാൻസ്ജെൻഡർ ആണ് എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. റിട്ടേൺ കയറുന്ന സമയത്ത് ചിലർ ഇപ്പൊ ഇവിടെ അപ്പുറം 10 രൂപ 20 രൂപ ഇരുന്നോട്ടൊക്കെ പറഞ്ഞ് തന്നിട്ട് പോകും. ശരിക്കും ചിലപ്പോൾ അത്ഭുതം എന്താ സംഭവം തോന്നാറുണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ എന്നെ പോലെ ഒരുപാട് പേര് തൊഴിലെടുത്ത് ജീവിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. എപ്പോഴും കമ്മ്യൂണിറ്റി വില വരുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവര് മറ്റേ റോഡിൽ പോയി നിൽക്കുന്ന ആളുകൾ. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, പണ്ടൊക്കെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ചെല്ലുമ്പോ അവര് മറ്റേ ആൾക്കാരെന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം തോന്നുന്നു ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ ആൽമരത്തിൽ വീണ്ടും കയറി. അങ്ങനെ 9 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ പെട്ടെന്ന് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്നവർ നമ്മൾ മോശമായി പറയുന്നവരെ മോശം കമന്റ് വരുന്നവരൊന്നും തെറ്റുകാരല്ല. നമ്മൾ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണെന്നുള്ള രീതിയിൽ മാത്രമാണ് ആളുകൾ വിലയിരുത്തുന്ന ഒരു സമയം. ആ സമയത്ത് കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ഓടിക്കുന്ന ട്രാൻസ്ജെൻഡർ ആണ് എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത്. അന്നയുടെ മുഴുവൻ പേരെങ്ങനെയാ? അന്ന രാജു. കേരളത്തിലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വുമൺ ആണ് ഓട്ടോ ഓടിക്കുന്നത് അല്ലെ? വേറെ ആരെങ്കിലും ഓടിക്കുന്നുണ്ട്? ഇടുക്കിയിൽ ഒരാളുണ്ട്, അത് ഓട്ടോ അല്ല, ഒരു 4 വീലർ വണ്ടിയാണ്. അതായത് ഇടുക്കിയിൽ ഓടിക്കുന്ന ആള് മറ്റേ 4 ചക്രമുള്ള ഒരു ഓട്ടോറിക്ഷയുടെ വേറൊരു വകഭേദമുണ്ട്, അതാണ് ഓടിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് വണ്ടി നിർത്തിയിട്ട് കുറച്ച് സംസാരിക്കാം. അന്ന, എത്ര നാളായി ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 3 മാസമായി. അപ്പം ഇതിനു മുന്നേ എന്തുവായിരുന്നു ജോലി അന്നേരം? ഞാൻ കുറച്ച് കോഴി, പട്ടി ഇപ്പോഴും ഉണ്ട്. കോഴി 2 ഉള്ളു, ബാക്കി 2 പട്ടിയുണ്ട്. പിന്നെ കുറെ പൂച്ചകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പെറ്റ്സിനെ വളർത്തുമായിരുന്നു? അത് വിൽക്കാൻ വേണ്ടി. ഇപ്പൊ എവിടെയാ വീട്? ഞാൻ താമസിക്കുന്നത് പേലൂരാണ് താമസിക്കുന്നത്. നേരത്തെ കളമശ്ശേരിയിലായിരുന്നു. ഇപ്പൊ ഏലൂരിലേക്ക് മാറി വണ്ടി ഓടിക്കുന്നുണ്ട്. പട്ടി കോഴിയും പൂച്ചയൊക്കെ ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ശരിക്കും ഞാൻ അന്നയെ കാണുന്നത് ഇതുപോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആരായിരുന്നു പേര് ഞാൻ മറന്നുപോയി, ഒരു റീൽ ഇട്ടിരുന്നല്ലോ. സിറ്റി ബർണാഡിന്റെ റീൽസിലാണോ? സ്വീറ്റിയുടെ റീൽസില് ഇന്ന പോലെ കാണിച്ചിരുന്നു. അതായത് സ്വീറ്റി യൂബർ ബുക്ക് ചെയ്യാൻ നേരത്ത് അല്ലെ, യൂബർ ആയിട്ട് പോടുന്നുണ്ട് അല്ലെ? യൂബർ ആയിട്ട് എങ്ങനെയുണ്ട് ഓട്ടോ ഓടിക്കുന്നത്? ഏത് അന്ന എന്നുള്ള പേരിലാണോ അതോ മുന്നത്തെ പേരിലാണോ ഇപ്പൊ ലൈസൻസ് ഉള്ളത്? ലൈസൻസ് എനിക്ക് നിലവിൽ പഴയ പേരിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഞാൻ ബാക്കി എന്റെ എല്ലാ പ്രൂഫുകളും മാറ്റി, എന്റെ സർജറി എല്ലാം ഫീമെയിൽ ആയി. പക്ഷെ ലൈസൻസ് മാത്രം മാറ്റാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ രഞ്ജിത്ത് സാറിനെ കണ്ട്, സബ് ജഡ്ജിയെ കണ്ട് സംസാരിച്ച സമയത്ത് പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് സംസാരിച്ച് ഞാൻ ലൈസൻസ് ഇവിടെ കൊടുത്തു. പുള്ളി ഇടപെട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എന്റെ ലൈസൻസ് ഫീമെയിൽ ആയിട്ട് മാറി. നിലവിൽ അന്നാന്നുള്ള ഇതിൽ മാറി. നിലവിൽ കയ്യിലേക്ക് കിട്ടിയില്ല. ഇന്നാണ് നിലവില് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചത്, ലൈസൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ അത് നല്ല സാരിയല്ലേ? സാരി എടുത്തോണ്ടാ വന്നേക്കുന്നേ? ഒന്നും ഇറങ്ങി കാണട്ടെ. ഇതില് ഞങ്ങളുടെ ഇന്റർവ്യൂവിന് വേണ്ടി സാരി എടുത്തതാണ്. അല്ല, ഞാൻ ഇടയ്ക്ക് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് സാരി എടുക്കും, ഇടയ്ക്ക് ചുരിദാർ ഇടും. അല്ലേ? അപ്പൊ കോട്ട് നിർബന്ധമാണല്ലോ നിങ്ങൾക്ക്? കാക്കി എന്തായാലും ഓട്ടോ മേടിക്കും നിർബന്ധമാണ്. അതായത് നമ്മുടെ തൊട്ടടുത്ത് കിടന്ന് ഓടുന്നതിന് അത്രയും പ്രശ്നമില്ലല്ലോ? ഇല്ലില്ല, നമ്മുടെ സ്വന്തം ഓട്ടങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അല്ലാതെ ടാക്സി ഓടിക്കുമ്പോ എന്നാലും യൂണിഫോം ആവശ്യമാണല്ലോ. ഓട്ടോ ഓടിച്ചിരുന്നു? ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. അതായത് അന്നയുടെ വീട് എവിടെയാ? എന്റെ വീട് നേരിമംഗലം, എറണാകുളം ജില്ലയിൽ തന്നെ നേരിമംഗലം. എത്ര വർഷമായി? ഞാനിപ്പോ ഈ നിലവിൽ ഇങ്ങോട്ട് മാറിയിട്ട് 7 വർഷമായി. ഞാൻ ഇവിടെ കളമശ്ശേരി തന്നെയാണ് സ്ഥിരതാമസം. വീട്ടിൽ ആദ്യമൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇതുപോലെ CTM കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോ ഞങ്ങൾ വീട്ടുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ വീട്ടുകാരെ നിലവിൽ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകും, നിൽക്കും, അവരെന്റെ അടുത്തേക്കും വരും. അങ്ങനെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വീട്ടുകാരൊക്കെ സെറ്റായി പോകുന്നുണ്ട്. അല്ല, ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡറിന്റെ ഇപ്പൊ കുറച്ചൊക്കെ മുൻപത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്താ പറയാ, നിങ്ങൾക്കൊരു അംഗീകാരം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ. അപ്പം അതിനു മുന്നേ എവിടെ കിടന്നായിരുന്നു അപ്പൊ ഓട്ടോ ഓടിച്ചോണ്ടിരുന്നത്? ഞാന് നിലവില് ഇങ്ങനെ മാറിയ സമയത്ത് ആദ്യം വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാരെ പോലെ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടും ദുരിതത്തിലൊക്കെ ജീവിച്ചു. കുറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. 2 തവണ ആലുവ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ആൽബരത്തിൽ കയറി വിവാദം ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു ആദ്യകാലത്തൊക്കെ എപ്പോഴും എവിടെ ചെന്നാലും ഇപ്പൊ എനിക്ക് അന്നും ഓട്ടോ ജീവിക്കാം എന്നൊരു ധാരണയുണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്തും നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോയാലും നമ്മൾ അംഗീകരിക്കുന്ന സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഓട്ടോ എന്റെ പേരിലല്ല, നിലവില് എന്റെ പേരാണ് എഴുതിയേക്കണെങ്കിലും എന്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്, ആളെനിക്ക് മേടിച്ചെന്നാണ് ഈ വണ്ടി ഓടി. അപ്പൊ നിലവില് ആളെനിക്ക് മേടിച്ചു തന്നതാണ്. അപ്പൊ എന്റെ ഇഷ്ടത്തിന് തന്നെ എന്റെ പേര് തന്നെ ഇട്ട് ഓടിച്ചോ എന്ന് പറഞ്ഞ് മേടിച്ചു തന്ന വണ്ടിയാണ്. ഫിനാൻസ് ഞാനാണ് അടയ്ക്കുന്നത്. അപ്പൊ എനിക്ക് നിലവിൽ CC എടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് പുള്ളിയുടെ പേരിൽ എടുത്ത് എനിക്ക് തന്നതാണ്. അയ്യോ,
നല്ല സ്നേഹമുള്ള മനുഷ്യനല്ലേ? ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. സത്യം. അന്ന പറയുന്ന കേൾക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. കാരണം ഒരാള് അന്നയുടെ പേരിൽ ലോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന് ഓട്ടോയ്ക്ക് ലോൺ എടുത്ത് തന്ന് എന്നിട്ട് സ്വന്തം പേര് വിട്ടോളാൻ പറഞ്ഞു. അതിന് എങ്ങനെ റെന്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, ഞാൻ ഫിനാൻസ് അടച്ചാൽ മതി. ഫിനാൻസ് മാത്രം അടച്ചാൽ അടച്ചാൽ മതി. മതി. പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണം. നോക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം രാത്രിയിലൊക്കെ ഓടുന്നുണ്ടോ? ഞാൻ വൈകിട്ട് വേനൽ ചൂട് എനിക്ക് ഒത്തിരി പറ്റില്ല. രണ്ടാമത്തെ സർജറിയും കൂടി കഴിഞ്ഞപ്പോ ചൂട് ഒത്തിരി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു 3 മണി വരെ ഒക്കെ ആകുമ്പോ ഇറങ്ങിയിട്ട് ഒരു വൈകുന്നേരം 10 മണി വരെ ഓടിയിട്ട് പോകും. പിന്നെ എനിക്ക് കോഴിയും പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം വീട്ടിൽ നിന്ന് പോരാൻ. അപ്പൊ അങ്ങനെ ഒരു 10 മണി വരെയൊക്കെ ഞാൻ ഓടിക്കും. അത് കഴിഞ്ഞ് പോകും. പിന്നെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ വിളിക്കും, രാത്രി കോട്ടം വിളിക്കും. അങ്ങനെ പോകുന്നു. യൂബർ ഉണ്ട്, അല്ലാതെ ഞാൻ ഓടുന്നുണ്ട്. കറങ്ങി ഓടുന്നു, ഇങ്ങനെ മോട്ടോർ ഇങ്ങനെ കറങ്ങി. ആദ്യത്തെ ഓട്ടം എന്നെ നമ്മുടെ എയർപോർട്ടിൽ ഒരു സാറ്, പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നല്ല ഫ്രണ്ടാണ്. അപ്പൊ ഫസ്റ്റ് എനിക്ക് ഞാൻ ഓടി തുടങ്ങി അന്ന് പുള്ളി രാവിലെ എന്നെ വിളിച്ചു. ഇവിടെ കലൂര് വരെ വരാൻ പറഞ്ഞു. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി അപ്പൊ തന്നെ എനിക്ക് 1001 രൂപ ഗൂഗിൾ പേയിൽ ഇട്ട് തരുവാണ് ചെയ്തത്. അങ്ങനെയാണ് ഓട്ടം ഫസ്റ്റ് തുടങ്ങിയത്. നല്ലൊരു സാറാണ്, നേരത്തെ മുതൽ പരിചയമുള്ളതാണ്. പുള്ളി എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പൊ പുള്ളി ഇങ്ങനെ വിളിച്ചു, വണ്ടി എടുത്തു. ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കണ്ടപ്പോൾ പുള്ളി വിളിച്ചു. അപ്പൊ തന്നെ എടുത്തു കലൂര് വരാൻ പറഞ്ഞു. അലോട് തുടങ്ങി കലൂര് വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. പുള്ളി 1001 രൂപയുടെ ഓട്ടം പുള്ളിയാണ് ഫസ്റ്റ് തന്നത്. കലൂര് വരാൻ പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോ എവിടെയാന്ന് ചോദിച്ചു, പറഞ്ഞു ഇവിടെ ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് പൈസ. 1001 രൂപ. പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ അവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആളുകളൊക്കെ ഓട്ടം വിളിച്ചാലും സാധാരണ ഓട്ടോക്കാർ ചിലരൊക്കെ ചാർജ് കൂടുതൽ മേടിക്കില്ല. അപ്പൊ ഞാൻ നോർമല് കുറച്ച് സ്ത്രീകൾക്കും പിള്ളേരെ കൊണ്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് പരിഗണന കൂടുതൽ കൊടുക്കുന്ന ആളാ. അപ്പൊ ചേച്ചിമാരെ 30 രൂപ മതി എന്നൊക്കെ പറയുമ്പോ ചില ചേച്ചിമാര് 40 രൂപ 50 രൂപ വെച്ച ഓളെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ട്രാൻസാന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല. നിലവിൽ വെച്ചോ, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മള് റിട്ടേൺ കയറുന്ന സമയത്ത് ചിലർ ഇപ്പൊ ഇവിടുന്ന് അപ്പുറം 10 രൂപ 20 രൂപ ഇരുന്നോട്ടൊക്കെ പറഞ്ഞ് തന്നിട്ട് പോകും. എനിക്ക് ചിലപ്പോ അത്ഭുതം എന്താ സംഭവം തോന്നാറുണ്ടാകുന്നത്. ഈ പറഞ്ഞില്ല, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും അതെന്താ പരിഗണന? അത് പുരുഷന്മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാത്തിനും ഇച്ചിരി തൻ്റെ ഉണ്ടാവും. ഇപ്പൊ ഒരു കൊച്ചിനെയും കൊണ്ട് വരുന്ന ഒരു അമ്മേനെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പണ്ട് മുതൽ ഇപ്പൊ എനിക്ക് എന്റെ ചേച്ചിയുണ്ട്. ചേച്ചി പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോഴും റോഡ് ക്രോസ് ചെയ്യാൻ അതൊക്കെ എനിക്ക് ഭയങ്കര സഹതാപം തോന്നുന്ന ഒരു കാര്യം. അപ്പൊ അവർക്ക് ഞാൻ കുറച്ച് ഇപ്പൊ ഒരു ഓട്ടോയിൽ വരുന്ന ഒരു ചേച്ചി പൈസ ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ തയ്യാറാണ്. അതിന് നമ്മള് സ്ത്രീകള് എപ്പോഴും ഒരു പാവം പിടിച്ച ആളുകളാണ്. കാരണം സ്ത്രീയിലേക്കുള്ള ഒരു വരവ്, അതുകൊണ്ടാണല്ലോ സ്ത്രീയിലേക്കുള്ള ഒരു മാറ്റം വന്നത് തന്നെ. മുന്നേ ഉള്ള പേര് എങ്ങനെയായിരുന്നു? മുന്നേ ഉള്ള പേര് രാജേഷ്. അന്നേരം രാജേഷ് വണ്ടി ഓടിച്ചിരുന്നോ? നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു. അത് എവിടെ കിടന്നായിരുന്നു? ഞാൻ നാട്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്നു, നേരിമംഗലത്ത്. പിന്നീട് രാജേഷിൽ നിന്ന് അന്നയിലേക്ക് എത്തിയത് 7 വർഷം. 7 വർഷം. എങ്ങനെയായിരുന്നു യാത്ര? അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു യാത്രയായിരുന്നു. ആദ്യകാലത്ത് ഞാൻ ഇവിടെ എറണാകുളത്തേക്ക് ഇങ്ങനെ മാറി വീട് വിട്ടൊക്കെ പോകുന്നപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചാണ് ഇവിടം വരെ നിലവിൽ ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങ് പോകുന്നു എന്നല്ലാതെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ എയർപോർട്ടിലുള്ള ഈ സാറ് എന്നെ അറിയാൻ തന്നെ കാരണവും, എന്നെ പൊതുസമൂഹം എന്നെ എന്നൊരു വ്യക്തിയെ അറിയാൻ തന്നെ കാരണം, ഞാൻ ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് വന്ന സമയത്തും ഭയങ്കര പാവം പിടിച്ചൊരു സ്വഭാവം മൈൻഡൊക്കെ ആയിരുന്നു. പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കേസ് നമ്മൾ എവിടെ ചെന്നാലും ഇപ്പൊ ഞാൻ എന്നെ പോലെ ഒരുപാട് പേര് തൊഴിലെടുത്ത് ജീവിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട്. പക്ഷേ എപ്പോഴും കമ്മ്യൂണിറ്റിയെ വില വരുത്തുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അവര് മറ്റേ റോഡിൽ പോയി നിൽക്കുന്ന ആളുകൾ, അതെന്താണ് അവരുടെ സാഹചര്യം, എന്തുകൊണ്ടാണ് അവർ പോയി നിൽക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ ഇവിടെ ആരുമില്ല. പറയുമ്പോൾ കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ ഇറങ്ങും. ഇപ്പൊ നമ്മളൊരു പണ്ടൊക്കെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, പണ്ടൊക്കെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ചെല്ലുമ്പോ അവര് മറ്റേ ആൾക്കാരെന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആലുവ സ്റ്റേഷനിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോ എന്റെ ഞാൻ ആ സമയത്ത് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നെ പെട്ടെന്നൊരു മൈൻഡ് മാറി, ഞാൻ അവിടെ നിന്ന് ആൽമരത്തിൽ ചുറ്റിപ്പിടച്ച് കയറി. അങ്ങനെ പിന്നെ DGP ഒരു ഉത്തരവിട്ടു, ഒരു ട്രാൻസ്ജെൻഡർ സ്റ്റേഷനിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ച് അധികം വെയിറ്റ് ചെയ്യരുത്, അവർ ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നതാണ്, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് DGP ഒരു ഉത്തരവൊക്കെ ഇടാൻ പറ്റി. അതിൽ പിന്നെ ഇങ്ങോട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നീട് വീണ്ടും എനിക്ക് തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറാവാണ്ടിരുന്നിട്ട് ഒരു 8 മാസം തോന്നുന്നു ഞാൻ ആലുവ പോലീസ് സ്റ്റേഷൻ ആൽമരത്തിൽ വീണ്ടും കയറി. അങ്ങനെ 9 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ കൊടുക്കുന്ന എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ പെട്ടെന്ന് നടപടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്.
പിന്നെ എനിക്കിപ്പോ നിലവിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്തായാലും ഈ ഒരു വണ്ടി കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് അന്നയുടെ പോകും. ഒരു കാര്യം കൂടെ, അന്ന തന്നെ പറഞ്ഞു, ഇവിടെ വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് എല്ലാവർക്കും തന്നെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് എന്തായിരിക്കും ആളുകൾ മാറിപ്പോയി ചിന്തിക്കാത്തത്? ഇങ്ങനെ ഇതല്ല, അത് നമ്മുടെ സമൂഹമാണോ അതിന് വിലങ്ങുന്നടി, അതോ നിങ്ങളുടെ മനസ്സാണോ, അതോ എന്താണ് പ്രശ്നം, എന്താണ് അന്നയ്ക്ക് തോന്നുന്നത്? സമൂഹത്തിന്റെ തന്നെ പ്രശ്നമാണ്. നമ്മളുടെ മനസ്സെന്ന് വെച്ചാൽ ഇപ്പൊ ഈ അവസ്ഥ ഇപ്പൊ എന്നെ ഓട്ടം വിളിക്കാൻ ഒരുപാട് ഞാൻ ഇത്രയും മാറി. ഇപ്പൊ എന്നെ പെട്ടെന്ന് കണ്ട ആരും പെട്ടെന്ന് ഞാൻ ഒരു സൗണ്ട് കേട്ടാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ എന്ന് പലരും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഘട്ടത്തിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഡൗൺ സർജറി ചെയ്തിട്ട് ഇപ്പൊ ഒരു 3 വർഷമായി. അതിന് ഏകദേശം 1.5 ലക്ഷം രൂപ അന്ന് മുടക്കായി. ടോപ്പ് സർജറി ചെയ്തതിന് ഇപ്പൊ നിലവിൽ 1,42,000 രൂപയെ ഈ പൈസ എല്ലാം കണ്ടെത്തി ചെയ്യുക. എന്നിപ്പോ ഞാനൊരു ഷോപ്പിൽ പോയി നിന്നാൽ ഇപ്പൊ ഒരു 50 വയസ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്കും എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഒരു മാസം നോർമലി ഹോർമോൺ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്യണമെങ്കിൽ തന്നെ ഒരു 3,000 രൂപ 3,500 രൂപ നോർമലി അതിന് തന്നെ വേണം. അപ്പൊ സർജറി ചെയ്യാത്ത സാഹചര്യത്തിൽ അതിലും കൂടുതൽ പൈസ വേണം. എനിക്ക് ഇനി അങ്ങോട്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യണേ 3,000 രൂപ ഓൾറെഡി വേണം. അല്ലാതെ നമ്മുടെ സർജറിക്ക് മുന്നേ 2 ടാബ്ലറ്റ് സ്ഥിരം കഴിക്കണം. അപ്പൊ നിലവിൽ ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തണമെങ്കിലും ഒരു ഷോപ്പിൽ പോയി നിന്നാലും നമുക്ക് ഒരുപാട് അവഗണനകളും വരുന്ന ആളുകളിൽ നിന്ന് മോശം ഇടപെടല്, അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ പോവാണെങ്കിലും എന്നെ ഒരു പരിധിക്കുള്ള ആളുകളെങ്കിലും വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് പൊതുവെ ദേഷ്യം വരും, ഞാൻ പ്രതികരിക്കും. അപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മളെ മോശമായിട്ട് കാണുന്ന രീതിയിലാകുമ്പോൾ ചിലർ പ്രതികരിക്കും, ബഹളം ഉണ്ടാവും. അപ്പൊ പിന്നെ എവിടെയായാലും നമ്മൾ തന്നെ പ്രശ്നക്കാരാവും. നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്നവരെ, നമ്മൾ മോശമായി പറയുന്നവരെ, മോശം കമന്റ് വരുന്നവരൊന്നും തെറ്റുകാരല്ല. നമ്മൾ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണെന്നുള്ള രീതിയിൽ മാത്രമാണ് ആളുകൾ വിലയിരുത്തുന്ന ഒരു സമയം. ആ സമയത്ത് ഇപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് സാഹചര്യങ്ങൾ, ഇപ്പൊ എനിക്ക് നിലവിൽ ഇങ്ങനെ ഒരു വണ്ടി ഒരാൾ നല്ല മനസ്സ് കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് അറിയാവുന്ന ഒരു തൊഴിലാണ്. ഇതാകുമ്പോ ആരുടെയും കീഴിൽ പോയി നിൽക്കണ്ട. എന്നെ ഒരിക്കലും മോശമായിട്ട് അവർ ചൂസ് ചെയ്യാൻ ശ്രമിക്കില്ല. ഞാനൊരു ഷോപ്പിൽ പോയി നിന്നാലും അവിടെ വരുന്ന കസ്റ്റമർ ആവാം, അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളാവാം. ഒരു ട്രാൻസ് വുമൺ ആകുമ്പോൾ എപ്പോഴും നമ്മളുടെ മൈൻഡ് മൊത്തം വേറൊരു രീതിയിലേക്കാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ഒരിക്കലും അല്ല, ഞാൻ പറയുകയാണ്, ഒരിക്കലും അല്ല. ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട്. ഇപ്പൊ രാജേഷ് അന്നയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇവിടം വരെ എത്തിയത്. ട്രീറ്റ്മെന്റ് കൊണ്ടാണെങ്കിലും സർജറി. അപ്പൊ അതിനെല്ലാം നമുക്ക് പൈസയാണ് വേണ്ടത്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു വീട് എടുക്കണമെങ്കിൽ ഒരു 10,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് വാടക കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഒരു ഷോപ്പിൽ നിന്നാൽ 10,000 രൂപ കിട്ടുവാണെങ്കിൽ എവിടെ നിന്ന് ബാക്കി പൈസ കണ്ടെത്തും? ഒരു ചോദ്യം. മെട്രോയിൽ ജോലി ഉണ്ടെന്ന് പറയും, 13,000 രൂപയാണ് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ളൂ. ആദ്യം 8,000 രൂപ ശമ്പളത്തിന് മെട്രോയിലും ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഫസ്റ്റ് എടുത്തിരുന്നു. പക്ഷെ സാലറിയുടെ പ്രശ്നം കാരണമാണ് കൂടുതലും ആളുകൾ പൊഴിഞ്ഞു പോയി. ഇപ്പൊ വളരെ കുറച്ച് 5 പേര് 6 പേരെ കണ്ടാണ് ഇപ്പൊ നിലവിലുള്ളൂ. അവരങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അവര് പോകുന്നുണ്ട്. പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് ഇതെന്റെ സ്വന്തമായിട്ടൊരു തൊഴിലാണ്. വേറെ അദ്ദേഹത്തിന് വാടക വേണ്ട, ഫിനാൻസ് മാത്രം അടച്ചാൽ മതി. അപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാം, വാടക കൊടുക്കാം, എനിക്ക് മാന്യമായിട്ട് ജീവിക്കാം. അപ്പൊ ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ അതുപോലെ നമ്മളുടെ സമാധാനത്തിൽ ജീവിക്കുക. അതുപോലെ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ട്രാൻസ്മെൻസ്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും എന്തെങ്കിലും ലോണുകൾ കാര്യങ്ങൾ അവർക്ക് കൊടുക്കണേ. അവരിപ്പോ എന്നോട് ഒരുപാട് പേര് വിളിച്ചു ചോദിക്കും, നീ എങ്ങനെ ഓട്ടോ എടുത്തേ, എനിക്ക് അതുപോലെ ഓട്ടോ കിട്ടുമോ, എനിക്ക് ഓടിക്കാൻ പറ്റും. ഇന്നും കൂടി എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് യൂബർ കണക്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ലൈസൻസിന്റെ കാര്യം നമ്മുടെ ജില്ലാ ജഡ്ജിനെ പോയി കാണും. അതുപോലെ പുള്ളി അതുപോലെ നല്ലൊരു മനുഷ്യനാണ്, കമ്മ്യൂണിറ്റിയോട് ഭയങ്കര എന്ത് കാര്യം സാറേ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോരേ. പുള്ളി അപ്പൊ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളെ വിളിക്കുകയാണ്, ഇന്ന പോലെ ഇന്നയാൾക്ക് ഇതാണ്. പുള്ളി അപ്പൊ തന്നെ ഏത് സർട്ടിഫിക്കറ്റ് വേണ്ടത്, പുള്ളിയുടെ ഭാഗത്തുനിന്ന് നിയമത്തിന്റെ രീതിയിൽ നിൽക്കുന്ന എന്ത് ഇതാണോ വേണ്ടത് ആ സഹായങ്ങളെല്ലാം പുള്ളി ചെയ്തു തരും. അപ്പൊ നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ വരെ നിലവിൽ എത്തി നിൽക്കുന്നത്. മാറ്റമുണ്ട് സമൂഹത്തിന്, നല്ല മാറ്റമുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അന്നേ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വന്നത്, ആദ്യത്തെ ട്രാൻസ് വുമൺ എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ എത്രയോ ലേഡീസ് ആദ്യകാലം നമ്മുടെയൊക്കെ ചെറുതിലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ലേഡീസ് ഉണ്ടായിരുന്നു. അതൊക്കെ വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു, ഭർത്താവിന്റെ കാര്യങ്ങൾ കൊണ്ടും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടും. പക്ഷെ ഇന്ന് നമ്മൾ ഒരു കവലകളിൽ ഒരു സ്ത്രീ ഉണ്ടാവും, എല്ലാ സ്റ്റാൻഡുകളിലും ഒരു സ്ത്രീ ഉണ്ടാവും. അവരത് ഇഴുകി ചേർന്ന് അങ്ങ് ആയിക്കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഒരു കാര്യം കൂടി പറയാം, എനിക്ക് സ്റ്റാൻഡ് പെർമിറ്റ് ആലുവയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിലവിൽ എനിക്ക് സ്റ്റാൻഡിൽ പോയി കിടന്ന് ഓടാൻ ചില സ്റ്റാൻഡുകളിൽ ഓട്ടോക്കാർക്ക് ഒരു നമ്മളൊരു അത്ഭുതം പോലെ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു മടിയാണ് സ്റ്റാൻഡിൽ കയറാൻ വേണ്ടി.
അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് കറങ്ങി നടന്ന് ഓടുന്നത്. എന്നാലും ഇപ്പം അത്യാവശ്യം വട്ടച്ചെലവിനുള്ളതുണ്ടല്ലോ. തീർച്ചയായിട്ടും ജീവിച്ചു പാടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 3 മാസമായെന്നല്ലേ പറഞ്ഞേ? ഇതിന് കിട്ടിയ ആദ്യത്തെ സമ്പാദ്യത്തിൽ എന്നാ വാങ്ങിച്ചേ? ഇതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ സമ്പാദ്യത്തിൽ എന്താ മേടിച്ചെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാ സാധനങ്ങളും മേടിക്കും. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിച്ചിട്ടില്ല. സ്വന്തമായിട്ടൊന്നും മേടിക്കാറ്? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ വീട്ടിലേക്ക്. അല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാനത് എന്താ ഞാൻ ഇങ്ങനെ ഓർത്ത് നോക്കുക ഞാൻ എന്താണ് ചിലപ്പോ ഒരു കമ്മലാകാം, മൂക്കുത്തിയാകും പോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മള് ഈ ഓട്ടോയിൽ നിന്ന് മേടിച്ച് എടുക്കും. അതിൽ നിന്ന് ഓടിക്കിട്ടേ വരുമാനത്തിൽ നിന്ന് മേടിക്കും. ആ പൈസ നിലവിൽ അവിടെ തന്നെ ഗൂഗിൾ പേ തന്നെ കിടപ്പുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അതാണ് ഒന്നും മേടിക്കാത്തത്. അതൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് മേടിക്കാം. നന്നായി. ഏതായാലും അന്ന കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ വളരെ സന്തോഷം. എനിക്കറിയാം അന്നയോട് 1 മിനിറ്റോ ഒരു 10 മിനിറ്റോ സംസാരിച്ച തീരുന്ന കഥയല്ല രാജേഷിൽ നിന്ന് അന്നയിലേക്ക് വന്നാന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഇതായിരുന്നു, ഓട്ടം. ഇതൊരു ഓട്ടം വിളിക്കണം എല്ലാവരും. എന്നോടല്ല പറയണ്ട, അവിടെ എല്ലാവരും ഓട്ടം വിളിക്കണം. ആ ഒരു ഇത് വേണം. ഓട്ടം മാത്രം മതി. 10 മണിക്ക് ശേഷം പേടിയുണ്ടോ ഓടാൻ? ഇല്ല, 10 മണിക്ക് ശേഷം ഇല്ല. നമുക്ക് അറിയുന്നവരാണെങ്കിലോ പിന്നെ എറണാകുളം ടൗണിലൊരു സ്ഥലത്തേക്കും പോകാൻ പേടിയില്ല. അല്ലാതെ പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം അടിച്ചിട്ടൊന്നും വരുന്ന ആളുകളാണെങ്കിൽ വൈകിട്ട് ഞാൻ വണ്ടി കയറ്റില്ല. എങ്ങോട്ടാണ് ചോദിച്ച് നിർത്തി. കഴിഞ്ഞ ദിവസം ചേട്ടൻ കൈ കട്ടി ഞാൻ നിർത്തി. വൈകുന്നേരമായിരുന്നു 7 മണി നിർത്തി. അപ്പൊ ഞാൻ ആളെ എവിടെ വീണിട്ട് ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ചേട്ടൻ അങ്ങോട്ട് പോകുന്നില്ല ചേട്ടാ, ഞാൻ ഇതിൽ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോ വേറെ വള്ളി കുരിശൊന്നും പിടിക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഭയങ്കര സന്തോഷം. അപ്പൊ അന്നയുടെ നല്ല സമയം, അതായത് ഇപ്പൊ ഓട്ടോ ഓടിക്കുന്ന നല്ല ടൈമുള്ള ടൈമാണ്. തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം. എനിക്കും ഭയങ്കര സന്തോഷം.